സിനിമാ മോഹം തലയിൽ കയറാൻ രാഷ്ട്രീയം ഒരു കാരണമായ കഥയാണ് ഞാനിന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു 1980 ഞാനിങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി വാർഡ് സെക്രട്ടറിയൊക്കെ ആയിട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹിയൊക്കെ ആയിട്ട് നടക്കുന്ന കാലമാണ്. അപ്പോൾ 84 പിന്നീട് KR നാരായണൻ്റെ തെരഞ്ഞെടുപ്പിന് അന്നത്തെ പ്രധാന പരസ്യമാർഗ്ഗമാണ് മെഗാഫോൺ അനൗൺസ്മെൻറ്റ്. എൻ്റെ ഈ ശബ്ദം വലുതായതുകൊണ്ടും മെഗാഫോണിൽ അനൗൺസ് ചെയ്ത നേതാക്കളൊക്കെ അതുവഴി വണ്ടിയിൽ എന്നെ അഭിനന്ദിക്കും. വിജയൻ അടിപൊളി ശബ്ദം, എന്താണ് മെഗാഫോണിൽ കേൾക്കുമ്പോൾ ദൂരെ നിന്ന് ഞങ്ങൾ കേട്ടു എന്നൊക്കെ പറഞ്ഞ് ഈ പൊങ്ങച്ചം കേട്ട് ഞാനും പൊങ്ങി ഇങ്ങനെ അനൗൺസ്. അങ്ങനെ ഒരു ദിവസം രാത്രി ഈ മെഗാഫോണിൽ ഇങ്ങനെ അനൗൺസ്മെൻറ്റ് നടത്തി കൊണ്ടിരിക്കുമ്പോഴാണ് ദൂരെ നിന്നൊരു മൈക്കിൽ ആരോ അനൗൺസ് ചെയ്യുന്ന ശബ്ദം കേട്ടു. അപ്പോൾ ഞാൻ ആരാണെന്ന് അറിയാൻ വേണ്ടി കോൺഗ്രസിൻ്റെയാണ് കാത്തു നിന്നപ്പോൾ സ്വന്തമായി ഒരു സൈക്കിളിൽ ആംപ്ലിഫയർ വെച്ച് സ്വന്തം അധ്വാനം കൊണ്ട് വാടകയ്ക്ക് എടുത്ത സെറ്റുമായി ഒരു കയ്യിൽ സൈക്കിൾ ഒന്തി മറു കയ്യിൽ മൈക്കിൽ അനൗൺസ്മെൻറ്റുമായി വരുന്ന സതീഷ് നമ്പ്യാരെയാണ് കാണുന്നത്. അപ്പോൾ സതീഷ് ഒരു യൂണിയനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. പാർട്ടി സ്പിരിറ്റ് കൊണ്ട് മാത്രം സൈക്കിൾ ആംപ്ലിഫയർ വെച്ച് ഞാനിവിടെ മെഗാഫോണും ഞങ്ങൾ രണ്ടുപേരും കൂട്ടിമുട്ടി. അങ്ങനെയാണ് ഞാൻ പരിചയപ്പെടുന്നത് സതീഷിനെ. അപ്പോൾ സതീഷിനോട് ചോദിച്ചു, ഇങ്ങനെ നിങ്ങളെവിടെ? അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പരിചയപ്പെട്ടു. എനിക്ക് അവനോട് വലിയ ആത്മാർത്ഥത തോന്നി. ഒറ്റയ്ക്കൊരു മനുഷ്യൻ പാർട്ടിക്ക് വേണ്ടി ഇങ്ങനെ മെഗാഫോണൊക്കെ എടുത്ത് ഇങ്ങനെ മെഗാഫോണല്ലല്ലോ, ഈ ആംപ്ലിഫയർ സെറ്റൊക്കെ എടുത്ത് സൈക്കിൾ ഉന്തി ഇറങ്ങണമെങ്കിൽ അതൊരു വല്ലാത്ത സ്പിരിറ്റാണ്. പാർട്ടി ഫണ്ട് കൊടുത്തിട്ടല്ല, സ്വന്തം അധ്വാനം. ആ സൗഹൃദമാണ്. പിന്നെ 85 ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് ആയപ്പോൾ എൻ്റെ കമ്മിറ്റിയിലെ ആദ്യത്തെ ഭാരവാഹി സതീശനായിരുന്നു, വൈസ് പ്രസിഡൻ്റായിട്ട് ഞാൻ നിയമിച്ചത്. അതെൻ്റെ ഒരു ഇഷ്ടമായിരുന്നു. ആ സതീശനെ ഞാൻ സജീവമായി പ്രവർത്തിച്ച് നല്ല രീതിയിൽ ഒരുപാട് സമരങ്ങൾ, ബസ് സ്റ്റാൻഡിൽ കുട്ടികളെ ബസ് കയറ്റിയില്ലെങ്കിൽ സമരം തുടങ്ങി. ഞങ്ങൾ ചെയ്യാത്ത അംഗങ്ങളൊന്നുമില്ല. തെരുവ് നാടകങ്ങൾ വരെ കളിച്ച് നടന്ന അതിൻ്റെ കഥ പിന്നെ പറയാം. ഇങ്ങനെ കളിച്ച് നടന്നിട്ടുണ്ടെങ്കിൽ സമയത്താണ് പാലക്കാട് ജില്ലയിൽ അന്ന് ജില്ലാ പ്രസിഡൻ്റായിരുന്ന VS വിജയരാഘവനെതിരെ AV ഗോപിനാഥിൻ്റെ നേതൃത്വത്തിൽ പടയൊരുക്കം തുടങ്ങുന്നത്. ആ പടയൊരുക്കം എന്ന് പറഞ്ഞാൽ AV ഗോപിനാഥ് ഷൊർണൂരിലൊക്കെ വന്നിട്ട് പ്രസംഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, MP ആയ VS വിജയരാഘവൻ ഫോൺ ചെയ്തപ്പോൾ നിങ്ങൾ ക്യൂവിലാണ് എന്ന് കമ്പ്യൂട്ടറിലെ പെണ്ണ് പറഞ്ഞു. അത് കമ്പ്യൂട്ടറാണെന്നറിയാതെ അയ്യോ മോളെ എനിക്ക് തിരക്കുണ്ടല്ലോ എന്ന് VS വിജയരാഘവൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഇയാളെ പരിഹസിച്ച് കഴിവില്ലാത്തനാക്കി പ്രസംഗിച്ച് നടക്കുകയാണ് AV ഗോപിനാഥ്. ഈ ഒരു വ്യക്തമായ ഗ്രൂപ്പ് വടംവലിക്കിടയിൽ ഷൊർണൂരിലെ ഒരു വിഭാഗം VS വിജയരാഘവനൊപ്പവും മറ്റൊരു വിഭാഗം ഈ പറയുന്ന AV ഗോപിനാഥിനൊപ്പം അത് ആവുന്നതാണ്. സ്വാഭാവികമായും യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികളായ ഞങ്ങൾ ഇതിൽ ഒരു പക്ഷത്തിൻ്റെ കൂടെ അറിയാതെ പെട്ടു. അങ്ങനെ ഞങ്ങളും AV ഗോപിനാഥിൻ്റെ ഗ്രൂപ്പുകാരായി. അത് കഴിഞ്ഞ് 1985 മുതൽ 92 വരെ പ്രസിഡൻ്റായ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റായ ഞാൻ 92 നടന്ന പുനഃസംഘടനാ സമയത്ത് VS വിജയരാഘവൻ പിടിമുറുക്കി. യൂത്ത് കോൺഗ്രസിൻ്റെ പുനഃസംഘടന വ്യക്തമായും അദ്ദേഹത്തിൻ്റെ ആധിപത്യം ജില്ല മുഴുവൻ അദ്ദേഹം ഉറപ്പാക്കി. അതിൻ്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസിൻ്റെ ഞങ്ങളുടെ കമ്മിറ്റി പിരിച്ചുവിട്ട് പകരം പുതിയ പ്രസിഡന്റ് വന്നു. സങ്കടം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾക്ക് അഭിപ്രായം ഉണ്ടായിരുന്ന രണ്ട് പ്രവർത്തകരാണ് ഞാനും സതീശനും. പ്രസംഗത്തിൻ്റെ കാര്യത്തിലും അനൗൺസ്മെൻറ്റിൻ്റെ കാര്യം, ചുമരെഴുത്തിൻ്റെ കാര്യത്തിലായാലും, റോട്ടിൽ ഷൊർണൂർ ടൗണിൽ കൊടികുത്തുന്ന കാര്യത്തിലായാലും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടില്ല. ഞങ്ങൾ 92 പുനഃസംഘങ്ങൾ ഗോപിനാഥ് ഗ്രൂപ്പുകളിലെ പെട്ടവരായിപ്പോയി എന്നുള്ള കാരണം കൊണ്ട് ഞങ്ങൾ പുനഃസംഘങ്ങളിൽ തഴയപ്പെട്ടു. ഒരു പ്രമോഷൻ പോലും തരാതെ ഞങ്ങൾ അനാഥരായി തെരുവിലേക്ക് നിൽക്കേണ്ട ഒരു അവസ്ഥ എത്തി എന്നാണ് പറയുന്നത്. ഈ അവസ്ഥയിൽ നിന്നാണ് എന്തിനാണ് ഇത്രയും കാലം കഷ്ടപ്പെട്ട് പ്രവർത്തിച്ചതെന്ന് പറയുന്നത്. 92 തന്നെ ഞങ്ങൾ വളരെ മാനസിക വ്യഥ ഉണ്ടാവുകയും അന്ന് വൈകുന്നേരം ഭാരതപ്പുഴയിൽ പോയിരുന്നിട്ടുള്ള ചർച്ചയ്ക്കിടയിലാണ് സതീശൻ വന്നത്. വിജയേട്ടാ, നമ്മൾ എന്തിനാണ് ഈ രാഷ്ട്രീയത്തിൽ കിടന്ന് ഇവർക്കൊക്കെ വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഇപ്പോൾ നമ്മൾ എന്ത് പണിയെടുത്തിട്ടുണ്ടായി നമ്മളെ ചട്ടി? നമുക്ക് വല്ല ജീവിതമാർഗ്ഗം നോക്കാം, നമുക്ക് സിനിമാ ഫീൽഡിലേക്ക് ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ? അപ്പോഴെങ്ങനെ സിനിമാ ഫീൽഡിലേക്ക് എത്തിപ്പെടും എന്നുള്ള സംശയം അങ്ങോട്ട് ചോദിച്ചപ്പോഴാണ് സതീശൻ തന്നെ നമുക്ക് നോക്കാം, ശ്രമിക്കാം എന്നൊക്കെ പറഞ്ഞാൽ സതീശൻ ഞാൻ കൂടി ആലോചിച്ചിട്ടാണ് ഞങ്ങൾ സിനിമാ ഫീൽഡിലേക്ക് ഒരു ചുവട് വെക്കാനുള്ളത്. ഒരു ബന്ധങ്ങൾ ആരും സിനിമാ ഫീൽഡില്ലാത്ത, സഹായിക്കാനല്ലാത്ത, കൈപിടിക്കാനാളില്ലാത്ത സിനിമാ ഫീൽഡിലേക്ക് എങ്ങനെ പോകുമെന്ന് അറിയുമ്പോൾ സതീശൻ്റെ നിർദ്ദേശം നമുക്ക് ചാൻസ് വെച്ച് പോകണം. ആ ചാൻസ് വെച്ച് പോയ ആ തുടക്കം തന്നെ പാളിയ കഥയാണ് അടുത്ത എപ്പിസോഡിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എങ്ങനെ രാഷ്ട്രീയക്കാരായി ഞങ്ങൾ സിനിമാ ഫീൽഡിലേക്ക് ചിന്തിച്ചു എന്നുള്ളതിൻ്റെ കഥയാണ് ഞാൻ പറഞ്ഞത്. അടുത്ത എപ്പിസോഡിൽ ഞങ്ങളുടെ ആദ്യത്തെ ദുരനുഭവം സിനിമാ ഫീൽഡിലെ നിങ്ങളെ അറിയിക്കാൻ ഞാൻ വീണ്ടും വരുന്നതാണ്. നന്ദി, നമസ്കാരം.